സോണൽ മലപ്പുറത്ത് എങ്ങനെയാണ്? ഫ്ലാഗ് ഓഫ് കഴിഞ്ഞോ? യാത്രക്കാർ ബസ്സുകളിൽ കയറി കഴിഞ്ഞോ? യാത്ര പുറപ്പെട്ടോ? പൊതുവേ ബസ് യാത്ര എണ്ണം കുറവാണ്, KSRTC ബസ്സിൻ്റെ എണ്ണം കുറവാണ്. ഇപ്പോൾ ടി സിദ്ദീഖ് മന്ത്രി ഇപ്പോൾ KSRTC ബസ്സിലുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള യാത്രകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് വയനാട്ടിൽ നിന്നുള്ള യാത്രയാണെങ്കിൽ മറ്റൊന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുന്നു. KSRTC ബസ്സിലേക്ക് കയറുകയാണ്. മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ ഇപ്പോൾ പെരുമാതുറയ്ക്ക് പോകുന്ന KSRTC ബസ്സിലേക്ക് കയറും. തമ്പാനൂർ ബസ് ഡിപ്പോയിൽ നിന്ന് KSRTC സ്റ്റാൻഡ് വരെ, KSRTCയിൽ നിന്ന് എടുത്ത സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുക. ഇപ്പോൾ ആ വാഹനത്തിൽ ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി എല്ലാവരെയും കൈയെടുത്തൊക്കെ വീശുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദരവോടുകൂടിയാണ് സർക്കാർ ഈ യാത്ര സൗജന്യം പ്രഖ്യാപിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KSRTC ബസ്സിലേക്ക് മുഖ്യമന്ത്രി കയറുന്നു. മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഒക്കെയുണ്ട്. വാഹനം ഓടിക്കുന്നത് ഷീല ജിജിയാണ്. ഷീല നമ്മുടെ ഡ്രൈവർ ഉണ്ട്. ഒപ്പം ഗതാഗത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത സീറ്റിൽ ഉണ്ട്. ചീഫ് സെക്രട്ടറിയും അതിന് പിന്നിലെ സീറ്റിലിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, K തുളസിയുണ്ട്, മിനിസ്റ്ററുണ്ട്, 3 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 3 മന്ത്രിമാരും, ഒപ്പം ശക്തനുണ്ട് MLA. ചിലർ നിന്ന് യാത്ര ചെയ്യുന്നു, ചിലർ ഇരുന്ന് യാത്ര ചെയ്യുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയും നിന്നാണ് യാത്ര ചെയ്യാൻ സാധ്യതയുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിന്നാണ് യാത്ര ചെയ്തത്. കാരണം സ്ത്രീകൾക്കുള്ള ബസ്സിൽ സ്ത്രീകൾ ഇരിക്കട്ടെ എന്നതായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ചെയ്യാൻ പോകുന്നത്. ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ PRD ആയിരിക്കും നമുക്ക് നൽകുക. ഇപ്പോൾ റോഷിപാലുണ്ട്. റോഷിപാൽ ഡ്രൈവർക്ക് കൈയൊക്കെ കൊടുത്ത്, മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം ഡ്രൈവർക്ക് കൈയൊക്കെ കൊടുത്ത് യാത്രക്കാരെ പരിചയപ്പെടുകയാണ്. പുതിയ ആദ്യ യാത്ര നടത്തുന്ന KSRTC ബസ്സിൽ അല്ലേ? അരുൺകുമാർ, പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര തമ്പാനൂരിൽ തുടങ്ങുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇപ്പോൾ ബസ്സിലേക്ക് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോൺ, മന്ത്രി K തുളസി, അതിനൊപ്പം ഗതാഗത സെക്രട്ടറി TV അനുപമ, ട്രാൻസ്പോർട്ട് കമ്മീഷണറും അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടേറിയറ്റിലേക്ക് ഈ കാണുന്ന KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര തിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. വലിയ ആവേശമാണ്. അതിൽ പെരുമാതുറയിലേക്ക് പോകുന്ന കുറച്ച് സ്ത്രീ യാത്രക്കാരുമുണ്ട്. ഈ സർവീസ് നേരെ സെക്രട്ടേറിയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പിന്നീട് പെരുമാതുറയിലേക്കാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ബസ് സ്റ്റോപ്പുകളിൽ നിന്നും സ്ത്രീകൾക്ക് കയറാം. ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് അതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പട്ടികയിലുള്ളവർക്ക് മാത്രമാണ് ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക. ഈ ആവേശത്തോടെയുള്ള തുടക്കമാണ്. ഈ തുടക്കം ഇവിടെ ഉദ്ഘാടനത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇതൊരു ഔദാര്യമല്ല, അത് സ്ത്രീകൾക്ക് നൽകുന്നൊരു ഔദാര്യമായി കാണേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല അപ്പുറത്ത് സ്വകാര്യ ബസ് ഉടമകൾ ഉയർത്തുന്ന റോഷിപാൽ, TV പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. TV പ്രസാദ്, അങ്ങനെ ചരിത്ര യാത്രയാണ് ഇന്നിപ്പോൾ ഈ ആനവണ്ടി നടത്തുന്നത്. യാത്ര പുറപ്പെടുന്നു. സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി ഉണ്ടാവും. അതിനുശേഷം പെരുമാതുറയ്ക്കാണ്. വലിയ തിക്കും തിരക്കും കാര്യമായിട്ട് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിലില്ല. അവിടെ പ്രത്യേകം യാത്രക്കാരെ ക്ഷണിച്ചിരുന്നു. ആ യാത്രക്കാർക്ക് മാത്രമാണ് ഈ വാഹനത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് യാത്രികർക്ക് കൂടി പെരുമാതുറ വരെ സഞ്ചരിക്കാം ഈ ഉദ്ഘാടന ബസ്സിൽ. ഇപ്പോൾ ഡബിൾ ബെല്ലടിക്കുന്നു. ഡബിൾ ബെല്ലടിച്ച് യാത്ര പുറപ്പെടുകയാണോ TV പ്രസാദ്? വാഹനം അനങ്ങി തുടങ്ങി. ചരിത്രത്തിലേക്ക് കഴിഞ്ഞു. ആദ്യ ബസ് യാത്ര പുറപ്പെട്ടു തുടങ്ങി. മുഖ്യമന്ത്രിയും അതുപോലെ ഗതാഗത മന്ത്രിയും റോഡിനോട് ചേർന്നുള്ള മുൻ സീറ്റിലാണ് ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നത്. അതിനിടയിൽ മന്ത്രിയുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ബസ്സിൻ്റെ മറുഭാഗത്തെ, അതായത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ നിരയിൽ യാത്രക്കാരാണുള്ളത്. അതിൽ ഭൂരിപക്ഷം പേരും പെരുമാതുറ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ബസ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് ഈ ബസ് ആദ്യ ട്രിപ്പ് പോയി അവിടെ മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് മന്ത്രിമാരും എല്ലാവരും ഇറങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് UDF സർക്കാരിനെ സംബന്ധിച്ചത്. അതായത് അവരുടെ ഗ്യാരണ്ടിയിൽ, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടപ്പിലാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ ദിവസങ്ങളിൽ ഈ പ്രഖ്യാപനം നടപ്പിലാക്കുക. തുടർന്ന് 100 ദിവസം കഴിഞ്ഞ് എങ്ങനെയാണ് പദ്ധതി എന്നത് സംബന്ധിച്ച് വീണ്ടും പരിശോധന നടത്തും. വലിയ ജനക്കൂട്ടമാണ് അരുൺ ഇവിടെ ഉള്ളത്. തമ്പാനൂരിൽ പൂർണ്ണമായ ഗതാഗത കുരുക്കാണ്. ഒരു ഭാഗത്ത് 100 കണക്കിന് ആളുകൾ, UDF പ്രവർത്തകർ, NGO അസോസിയേഷൻ
ഭാരവാഹികൾ, KSRTC ജീവനക്കാർ, അതിൽ കൂടുതൽ സ്ത്രീകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യമായി സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. അതിൽ വരുമാന വ്യത്യാസമില്ല, വയസ്സ് വ്യത്യാസമില്ല, അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും യാത്ര ചെയ്യാൻ പറ്റുന്ന ഓർഡിനറി ബസ്സിന്റെ സർവീസ് ഇന്ന് ഇന്ദിര ഗ്യാരണ്ടി എന്ന പേരിലുള്ള പ്രഖ്യാപനം അത് നടപ്പിലായിരിക്കുന്നു. അരുൺ, നൂറുകണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ പുറത്തുള്ളത്. ഇവിടെ മധുരം വിതരണം ചെയ്യുന്നു, ലഡു വിതരണം ചെയ്യുന്നു, ഒരു ഭാഗത്ത് മുട്ടായി വിതരണം ചെയ്യുന്നു. വലിയ തിരക്ക് ഇവിടെ എങ്ങും കാണാം. നമുക്ക് നൂറുകണക്കിന് ആളുകളാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നത്. UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ദിവസമാണ്. ഇവിടെ UDF സർക്കാരിനും VD സതീശനും അഭിവാദ്യം അർപ്പിക്കുന്ന പ്രവർത്തകരെ കാണാം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നെഴുതിയ ബാനറുമായി നിരവധി സ്ത്രീകൾ രാവിലെ 7 മണി മുതൽ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ പുറത്തുണ്ടായിരുന്നു. ഇനി ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ചാണ് 10,000-കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും ആശ്രയിക്കുന്ന KSRTC ബസ്സിൽ അതിൽ തന്നെ ഏതാണ്ട് 50% വരുന്ന നിലവിൽ സ്ത്രീ യാത്രക്കാരാണ്. ആ യാത്രക്കാരുടെ എണ്ണം കൂടും. അങ്ങനെ കൂടുമ്പോൾ എങ്ങനെയായിരിക്കും ക്രമീകരണം എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് വാഹനം എത്തുമ്പോൾ അവിടെയും നൂറുകണക്കിന് ആളുകൾ കൗതുകത്തോടെ കൂടി നിൽക്കുന്നു. അരുൺ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് VD സതീശനെയും ഗതാഗത മന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ സൗജന്യ യാത്രാ വാഹനം എത്തിച്ചേരുന്നു. ഡ്രൈവർ ഷീലയ്ക്ക് ഹസ്തദാനം കൊടുത്താണ് ഈ വാഹനം ഉരുണ്ടു തുടങ്ങിയത്. ഇത് ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും UDF പ്രവർത്തകരും എല്ലാവരും പറയുന്നത്. പാവപ്പെട്ട മനുഷ്യർക്ക് വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബസ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. വലിയ ഗതാഗത കുരുക്കുണ്ട്. അരുൺ, നമുക്ക് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറം ഭാഗം, റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് കാണാം. ബസ് സ്റ്റാൻഡിന്റെ പുറം ഭാഗം നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്.